സംസ്ഥാനത്ത് കടുത്ത വേനൽ ചൂട് തുടരുകയാണ്. ഉയർന്ന താപനിലയും അസഹ്യമായ ഉഷ്ണവും ജനങ്ങളുടെ ദിനചര്യയെ തന്നെ ബാധിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ ഒരു കടുത്ത ചൂടൊന്നും വക വെക്കാതെ ഇവിടെ കുറച്ച് ചേച്ചിമാർ ഇവിടെ നമ്മുടെ നഗരങ്ങളെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചൂട് എങ്ങനെയുണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേച്ചി, എങ്ങനെയുണ്ട് ഈ ഒരു ജോലിക്കിടയിൽ നിങ്ങൾക്ക് ചൂട് നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ചൂട് നല്ലോണം എടുക്കുന്നുണ്ട്. മേലാകെ പൊള്ളലേറ്റ് തുടങ്ങിയിട്ട് കുരുക്കളും ഒക്കെ പൊന്തുണ്ട്. അല്ലാതെ ചൂട് നല്ലോണം ഉണ്ട്. ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടോ ഈ ഒരു ചൂടത്ത്? ഞങ്ങൾക്ക് രാവിലെ ഈ ചൂട് രാവിലത്തെ ഒരു വെയിലുണ്ട്, ഇതിനേക്കാളും കടുപ്പാണ് രാവിലത്തെ. ആ വെയിൽ കാണുമ്പോൾ കുഴഞ്ഞു പോണ പോലെ തോന്നും. കയ്യും കാലും തലകറക്കൊക്കെ ചിലപ്പോൾ തോന്നാറുണ്ട്. എത്ര നേരം ഉണ്ടാവും ഈ ഒരു ജോലി ടൈം? എങ്ങനെയാണ്? 12:30 വരെ ഉണ്ട് ഈ ജോലി. അപ്പൊ അത്രയും ടൈം നിങ്ങൾ ഇവിടെ ഈ ഒരു വെയിൽ വക വെക്കാതെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്? അതെ, അതെന്ന് വെച്ചാൽ നമ്മുടെ പൂരാണ്, അത് നമ്മൾ ഭംഗിയാക്കണം, കളറാക്കണം. അപ്പൊ അതുകൊണ്ട് വെയിലൊരു പ്രശ്നമല്ല. വെയിലും ആയാലും മഴയായാലും തണലും ഞങ്ങൾക്ക് പണി തന്നെ വേണം. നല്ല ചൂടാണ്. ഇപ്പോൾ അത്യാവശ്യം ഇതുവരെ കഴിഞ്ഞു. ഇപ്പോൾ മഴക്കാർ തുടങ്ങിയിട്ടുണ്ട് ഇന്നോട്ട്. എന്നാലും സഹിക്കാൻ പറ്റാത്ത പുഴുക്കാണ്, ചൂടല്ല, ഒരു ഹ്യൂമിഡിറ്റി കൂടുതലാണ്. ഇവിടുത്തെ ചൂടൊക്കെ കാരണം വിശ്രമിക്കാനായിട്ട് മരത്തിന്റെ ചോട്ടിൽ 2 പിള്ളേർ ഇരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ചൂട്? നല്ല ചൂടാണ് സത്യം പറഞ്ഞാൽ. ഇപ്പോഴത്തെ കാലാവസ്ഥ തന്നെ ഭയങ്കര മോശമായിട്ടാണ് വരുന്നത്. വീട്ടിലൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ. അത്ര നല്ല ചൂടാണ്. ഞങ്ങളിപ്പോൾ ബാങ്കിലേക്ക് ഒരു ആവശ്യത്തിന് നടക്കാൻ കൂടിയും പറ്റണില്ല. അത്ര ചൂടായ കാരണം ഇപ്പോൾ ഇവിടെ കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കാനായിട്ട് എന്താണ് അതേപോലത്തെ ചൂടാണ് ഇപ്പോൾ ഇവിടെ. ഇപ്പോൾ മുന്നത്തെ വർഷങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ വട്ടാണ് ചൂട് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? ഈ വർഷം തന്നെ ചൂട് കൂടുതൽ. ഓരോ ദിവസം ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുക. വീട്ടിലിരിക്കാനും പറ്റുന്നില്ല, പുറത്തേക്ക് ഇറങ്ങാനും പറ്റുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഭയങ്കര ചൂടാണ്. ഞാനൊക്കെ രാവിലെ നേരത്തെ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോണ ഒരു സ്ഥിതി വിശേഷമായി. ചൂട് കാരണം ഒരു 10 മണി കഴിഞ്ഞ് പുറത്തേക്ക് തന്നെ ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് മാറി. ദേഹം ഒക്കെ 10 മണി കഴിഞ്ഞ് നമ്മൾ വണ്ടിമേ ഇറങ്ങുകയാണെങ്കിൽ ദേഹം ഒക്കെ തളരുന്ന പോലെ തോന്നും. ഭയങ്കര ചൂടാണ്. വെള്ളത്തിനൊക്കെ ഭയങ്കര ദാഹമാണ്. കുടിച്ചാലും ദാഹമൊന്നും തീരുന്നില്ല. ഇപ്പോൾ അത്രയ്ക്ക് ചൂടാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ചൂട് കാരണം. ചൂട് കാരണം പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷെ ആവശ്യങ്ങൾക്ക് ഇറങ്ങിയല്ലേ പറ്റുള്ളൂ, അതുകൊണ്ട് വരുന്നതാണ്. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ നന്നായിട്ടുണ്ട്. യൂറിനറി ഇൻഫെക്ഷൻ, അതേപോലെ തന്നെ തലചുറ്റം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചൂട് ഈ പ്രാവശ്യമാണ് കൂടുതൽ അനുഭവപ്പെടുന്നത്. ഇപ്പം തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ ചൂട് കൂടത്തേ ഉള്ളൂ.